വീഡിയോയിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ എല്ലാ ദിവസവും ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണല്ലോ. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെയുള്ള കാര്യം പ്ലാനിങ് ആണ് കേട്ടോ. ഒരു ദിവസം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അത് അന്ന് രാവിലെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് തലേ ദിവസം തന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് എന്ത് ചെയ്യാനാണ് ഉള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതുണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ രാവിലെ നമുക്ക് അതിന് വേണ്ടി കുറച്ചും കൂടെ ടൈം പോകും. ഇനി അതല്ലെങ്കിൽ രാവിലെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യണം. എന്തായാലും ആദ്യം നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ വേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ്. ആ പ്ലാൻ ചെയ്ത കാര്യം എന്താണോ അത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് നല്ലതാണ്. സ്റ്റിക്കി നോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ നോട്ട്ബുക്കിലാണ് എഴുതി വെക്കാറ്. ആ നോട്ട്ബുക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം ഇത്രയും കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യാനുണ്ടെന്നുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. ഇപ്പം സ്റ്റഡി ടേബിൾ ആണെങ്കിലും റൂമാണെങ്കിലും അതെല്ലാം ഒന്ന് കുറച്ച് ക്ലീൻ ആണെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാൻ തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും. ഫുള്ളി ഇങ്ങനെ ക്ലംസി ആയിട്ടിരിക്കുന്ന അതിനേക്കാളും ക്ലീൻ ആയിട്ട് വെക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ആദ്യം തന്നെ നമ്മൾ പഠിക്കുമ്പം ഒരു ദിവസം പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ഏറ്റവും നല്ലത് ഒരു ടഫ് സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഓരോ ടഫ് സബ്ജക്റ്റ്. അപ്പോൾ ഏതാണ് ടഫ് സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലുള്ളവരുണ്ടാവും. അപ്പോൾ അത് ആദ്യം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈസിയുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് വേഗം തുടങ്ങാമെന്ന് വിചാരിക്കരുത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പോൾ മാക്സിമം ടഫ് സബ്ജക്റ്റ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത കാര്യം, നമ്മൾ കുറേ സമയം ഒരേ സബ്ജക്റ്റ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കരുത്. പൊമോഡോറോ ടെക്നിക്കൊക്കെ എൻ്റെ മുന്നേ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. 25 മിനിറ്റ്സ് പഠിക്കുന്ന കാര്യം, പിന്നെ 5 മിനിറ്റ്സ് ബ്രേക്ക്, അതിനെപ്പറ്റിയൊക്കെ അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും അതിൽ പല സബ്ജക്റ്റാണ് ആദ്യം ഒക്കെ പഠിക്കാൻ നല്ലത്. അതായത് ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു സബ്ജക്റ്റ്, ഇനി അരമണിക്കൂർ വേറെ സബ്ജക്റ്റ്. ഇനിയിപ്പം ഹാഫ് ആൻ അവർ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം 1 അവർ, അതായത് 1 അവർ ഒരു സബ്ജക്റ്റ്, അതിന് ശേഷം പിന്നെ ഒരു 1 അവർ വേറെ സബ്ജക്റ്റ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട്സ് മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും പുതിയ സബ്ജക്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം ബ്രെയിൻ എന്നെ തോന്നുന്നു പുതിയ സബ്ജക്റ്റാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. നമ്മളിപ്പോൾ 2-3 മണിക്കൂറൊക്കെ സെയിം സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കില്ലേ. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക് എടുക്കുന്നത്, ബ്രേക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക്, അങ്ങനെയാണ് ഒരു ഹാഫ് ആൻ അവർ ആവുന്നത്. അപ്പോൾ ആ കുഞ്ഞു ബ്രേക്കിൻ്റെ സമയത്തൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഒരു വാക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ലോങ് ബ്രേക്ക് എടുക്കണം. അപ്പോൾ ആ ലോങ് ബ്രേക്കിൻ്റെ സമയത്ത് ചെയ്യാനുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ടാസ്കുകൾ. ഇപ്പോൾ ക്ലീനിങ് ചെയ്യാം, ഇപ്പോൾ കുക്കിംഗ് ചെയ്യാനുണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യാം. ഇനിയല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാസ്ക് നമ്മൾ മാറ്റി വെച്ചോ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചെയ്യാം. അപ്പോൾ എന്തായി, പിന്നെയും നമ്മളൊന്ന് എനർജറ്റിക്കായി നമ്മൾ വേറൊരു കാര്യം ചെയ്തിട്ട് വരുവാണല്ലോ, അതിനുശേഷം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കുഞ്ഞു ടാസ്കുകളൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് പോയിൻറ്റും ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് ബ്രേക്ക് എന്തായാലും എടുക്കുക. ഇപ്പോൾ നമ്മൾ ആ 25 മിനിറ്റ്സിൻ്റെ സെഷൻ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും കുറച്ച് നേരം കൂടി പഠിക്കാമല്ലോ, ബ്രേക്ക് പിന്നെ എടുത്താലോ. അങ്ങനെ ചെയ്യരുത്. ഇത് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ആ രീതിയിലാവാൻ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ബ്രേക്ക് എടുക്കുക, ടൈമർ വെക്കുക, അലാം സെറ്റ് ചെയ്യുക. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ കറക്റ്റ് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ രണ്ടിലും ഒരു മാറ്റം വരുത്തരുത്. കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പം ബ്രേക്ക് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റ് ടൈമിൽ തന്നെ ബ്രേക്ക് എടുക്കുക. പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എത്ര മണിക്കൂർ ഇരുന്നിട്ടും കാര്യമില്ല, നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റീവ് ആയില്ലെങ്കിൽ. അപ്പോൾ ചിലർക്ക് 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നും ഇരിക്കാൻ പറ്റണമെന്നില്ല. ഒരു 3 മണിക്കൂറായിരിക്കും ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറായിരിക്കും ഇരിക്കാൻ പറ്റുന്നത്. എത്ര സമയമാണോ ഇരിക്കാൻ പറ്റുന്നത് ആ സമയം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. അതായത് ഡിസ്ട്രാക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് പഠിക്കുന്ന കാര്യം മാത്രം ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്ന സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല. ഞാൻ ബെഡിലിരുന്ന് പഠിക്കാറുണ്ട്, ബാൽക്കണിയിലിരുന്ന് പഠിക്കാറുണ്ട്. അങ്ങനെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യണം തോന്നുന്ന സമയത്ത് ഞാൻ ചേഞ്ച് ചെയ്ത് പഠിക്കാറുണ്ട്. അതും നല്ലതാണ്. നമ്മൾ ഒരേ സ്ഥലത്തിരുന്ന് കുറേ മണിക്കൂർ പഠിക്കുമ്പോൾ നമുക്കൊരു ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഈ രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.